ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, സോളാർ വൈദ്യുതി ഉത്പാദനത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ദീർഘകാലമായി നിർമ്മാണം മുടങ്ങിക്കിടന്ന ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തനം പുനരാരംഭിച്ചവ കമ്മീഷൻ ചെയ്യുന്നതിനായി എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണം. ജലവൈദ്യുതി പദ്ധതികൾ കമ്മീഷൻ ചെയ്യാൻ എന്താ പറയുന്നത്? ഒന്ന് റിപ്പീറ്റ് ചെയ്തോ ബഹുമാനപ്പെട്ട അംഗം. ജലവൈദ്യുതി പദ്ധതികൾ. സാർ, സോളാർ വൈദ്യുതി ഉത്പാദനത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് സാധ്യമാക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ, അതോടൊപ്പം ദീർഘകാലമായി നിർമ്മാണം മുടങ്ങിക്കിടന്ന ജലവൈദ്യുത പദ്ധതികൾ പ്രവർത്തനം പുനരാരംഭിച്ചവ കമ്മീഷൻ ചെയ്യുന്നതിനായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? സോളാർ മിക്കവാറും നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജലവൈദ്യുതി പദ്ധതികൾ മുടങ്ങിക്കിടന്നത് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് സോളാറിന് എല്ലാ പിന്തുണയും നൽകുന്നതിന് മറുപടി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചോദ്യം സാറേ, പാറശാല മണ്ഡലത്തിൽ മലയോര മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ഒറ്റശേഖരമംഗലം കേന്ദ്രീകരിച്ച് സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള പ്രോജക്റ്റിൻ്റെ പുരോഗതി വ്യക്തമാക്കാമോ? അത് വേഗത്തിലാക്കാൻ ആവുമോ? അല്ല സാർ, പാറശാല മണ്ഡലത്തിലെ 100 kV സബ്സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പഠനം പൂർത്തിയാക്കി ഭരണാനുമതിയുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. സബ്സ്റ്റേഷൻ നിർമ്മാണം ജില്ലയിലെ മലയോര മേഖലയിൽ ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കാനുള്ള സഹായമാകും. അനുമതി ലഭ്യമാക്കുന്നതിന് ശേഷം സ്ഥലമെടുപ്പ് നടപടികൾ സ്വീകരിക്കുന്നതാണ്.